അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില ചരിത്രത്തിൽ ആദ്യമായി $120 കടന്നു. അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നതിനാൽ വികസ്വര രാജ്യങ്ങൾ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഇതെല്ലാം സംഭവിച്ചത് ലോകത്തൊരു മൂന്നാം മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ വെറും 39 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു സമുദ്രപാതയിലൂടെയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായി നിലച്ചതുകൊണ്ടാണ്. അതെ, ലോകത്തിന്റെ സാമ്പത്തിക നാടിമിടിപ്പ് നിയന്ത്രിക്കുന്ന ആ സമുദ്രപാതയാണ് ഹോർമുസ് കടലിടുക്ക്. എന്തുകൊണ്ടാണ് ഈ ചെറിയ കടലിടുക്ക് ലോകത്തിന് ഇത്രമേൽ നിർണായകമാകുന്നത്? ഇതിന്റെ ചരിത്രം എന്താണ്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കടലിടുക്കിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഹോർമുസ് കടലിടുക്കിന്റെ പ്രാധാന്യം പെട്രോളിയം കണ്ടെത്തിയതിനു ശേഷം തുടങ്ങിയതല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന വ്യാപാര മാർഗമാണിത്. പുരാതന മെസപ്പൊട്ടോമിയൻ നാഗരികതകൾ സിന്ധു നദീതട നാഗരികതയുമായി വ്യാപാരം നടത്തിയിരുന്നത് ഈ സമുദ്രപാതയിലൂടെയാണ്. മധ്യകാലഘട്ടത്തില് സമുദ്രപാതകളിലെ ഒരു പ്രധാന കണ്ണിയായി ഹോർമുസ് മാറി. ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, ചൈനയിൽ നിന്നുള്ള പട്ട്, അറേബ്യൻ ഗൾഫിൽ നിന്നുള്ള മുത്തുകൾ എന്നിവ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് ഇതിലൂടെയാണ്. 13-ാം നൂറ്റാണ്ടില് പ്രശസ്ത സഞ്ചാരിയായ മാർക്കോ പോളോ ഹോർമുസിനെ ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോർമുസ് കേവലം ഒരു നഗരമല്ല, അതൊരു ലോക വിപണിയാണ്. അവിടെ ലഭിക്കാത്തതായി ലോകത്തൊന്നുമില്ല. ഈ വാക്കുകൾ അന്നത്തെ ആ പ്രദേശത്തിന്റെ വാണിജ്യ പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത്. പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് അൽഫോൻസോ ഡി അൽബുക്കർക്കിന്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് നാവികസേന ഈ പ്രദേശം പിടിച്ചടക്കി. ഏഷ്യൻ വ്യാപാരത്തിന്റെ കുത്തക നിലനിർത്താൻ പോർച്ചുഗീസുകാർ ഹോർമുസിൽ കോട്ടകൾ പണിതു. പിന്നീട് 17-ാം നൂറ്റാണ്ടില് ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഈ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായി പോരാടി. അന്ന് സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നെങ്കിൽ ഇന്ന് പെട്രോളിയം പ്രൊഡക്ട്സിന്റെയും LPGയുടെയും യുഗമാണ്. 1908 പേർഷ്യയിൽ, അതായത് ഇന്നത്തെ ഇറാൻ, വാണിജ്യാടിസ്ഥാനത്തിൽ ആദ്യമായി എണ്ണ കണ്ടെത്തിയതോടെ ഹോർമുസ് കടലിടുക്കിന്റെ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിൽ തുടർച്ചയായി എണ്ണപ്പാടങ്ങൾ കണ്ടെത്തിയതോടെ ലോകത്തിന്റെ ഊർജ ആവശ്യങ്ങൾക്കുള്ള പ്രധാന സ്രോതസ്സായി ഈ പ്രദേശം മാറി. 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലും സഖ്യകക്ഷികൾക്ക് ആവശ്യമായ ഇന്ധനം എത്തിക്കുന്നതിൽ ഈ കടലിടുക്ക് നിർണായക പങ്കുവഹിച്ചു. 1970-കളില് ബ്രിട്ടൻ ആയിരുന്നു ഈ പ്രദേശത്തിന്റെ സുരക്ഷാ ചുമതല വഹിച്ചിരുന്നത്. എന്നാൽ ബ്രിട്ടൻ ഗൾഫിൽ നിന്നും പിന്മാറിയതോടെ ആ ശൂന്യത നികത്താൻ അമേരിക്ക കടന്നു വന്നു. 1980 അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ പ്രഖ്യാപിച്ച കാർട്ടർ ഡോക്ട്രൈൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പേർഷ്യൻ ഗൾഫ് പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഏതെങ്കിലും ബാഹ്യ ശക്തി ശ്രമിച്ചാൽ അത് അമേരിക്കയുടെ സുപ്രധാന താല്പര്യങ്ങൾക്കെതിരെയുള്ള ആക്രമണമായി കണക്കാക്കുകയും സൈനിക ശക്തി ഉപയോഗിച്ചതിനെ നേരിടുകയും ചെയ്യും എന്നതായിരുന്നു ആ പ്രഖ്യാപനം. അമേരിക്കൻ വിദേശ നയത്തിൽ ഹോർമുസ് കടലിടുക്കിനുള്ള അനിഷേധ്യമായ സ്ഥാനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഒരു വ്യാപാര പാത എന്നതിലുപരി ഭൗമരാഷ്ട്രീയത്തിലെ ഒരു വിലപേശൽ ആയുധമായി ഹോർമുസ് മാറിയത് 20-ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിലാണ്. 1980-കളില് ഇറാൻ ഇറാഖ് യുദ്ധകാലത്തെ ടാങ്കർ വാർ ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. ഇരു രാജ്യങ്ങളും പരസ്പരം എണ്ണക്കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയതോടെ ലോകത്തെ എണ്ണ വിതരണം പ്രതിസന്ധിയിലായി. കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ അമേരിക്കൻ നാവികസേനയ്ക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്നു. അന്നു മുതൽ ഇന്ന് വരെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങളുടെ പ്രധാന വേദി ഈ കടലിടുക്കാണ്. 1988 അമേരിക്കൻ നാവികസേന ഇറാന്റെ എണ്ണ പ്ലാറ്റ്ഫോമുകൾ ആക്രമിച്ച ഓപ്പറേഷൻ പ്രേയിങ് മാൻഡിസ്, 2019 ഒന്നിലധികം വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ നിഗൂഢമായ മൈൻ ആക്രമണങ്ങൾ എന്നിവ ഈ മേഖലയിലെ അസ്ഥിരത വിളിച്ചോതുന്നതാണ്. ഈ കടലിടുക്ക് അടച്ചുപൂട്ടാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലം മാറിയതനുസരിച്ച് ഈ മേഖലയിലെ സംഘർഷങ്ങളുടെ സ്വഭാവവും മാറി. മുൻകാലങ്ങളിൽ പരമ്പരാഗത നാവികസേനകൾ തമ്മിലായിരുന്ന പോരാട്ടമെങ്കിൽ ഇന്നത് അസിമെട്രിക് ആയിട്ടുള്ള യുദ്ധമുറകളിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. സ്പീഡ് ബോട്ടുകൾ, ഡ്രോണുകൾ, സ്മാർട്ട് സീ മൈനുകൾ എന്നിവ ഉപയോഗിച്ച് വലിയ യുദ്ധക്കപ്പലുകളെയും ഭീമൻ എണ്ണ ടാങ്കറുകളെയും തടയാൻ ഇന്ന് സാധിക്കും. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഇതൊരു ചോക്ക് പോയിന്റ് പോലെ ഇടുങ്ങിയ പാതയാണ്. ഇതിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തിന് വെറും 39 കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ. ഇതിൽ തന്നെ വലിയ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഷിപ്പിംഗ് ലൈനുകൾക്ക് കേവലം 3 കിലോമീറ്റർ വീതിയാണ് ഉള്ളത്. ലോകത്ത് കടൽമാർഗം വ്യാപാരം ചെയ്യപ്പെടുന്ന എണ്ണയുടെ ഏകദേശം 30%, അതായത് പ്രതിദിനം 21 ദശലക്ഷം ബാരൽ എണ്ണ കടന്നു പോകുന്നത് ഇതിലൂടെയാണ്.
കൂടാതെ ലോകത്തെ ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ അതായത് LNGയുടെ 20% ഈ വഴിയിലൂടെയാണ് നീങ്ങുന്നത്. ഇതിനർത്ഥം ഈ പാതയിൽ ഒരു ദിവസത്തെ തടസ്സം നേരിട്ടാൽ പോലും ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുന്നതാണ്. ഇന്ത്യക്ക് ഹോർമുസ് കടലിടുക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് ഇനി നമുക്ക് നോക്കാം. ഹോർമുസ് കടലിടുക്കിലെ ചെറിയൊരു ഇളക്കം പോലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ഇന്ത്യയുടെ താല്പര്യങ്ങളെ പ്രധാനമായും നമുക്ക് 3ആയിട്ട് തിരിക്കാം: ഊർജ്ജ സുരക്ഷ, പ്രവാസി സമൂഹം, സാമ്പത്തികം. ഇനി ഊർജ്ജ സുരക്ഷ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ 85% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. ഇതിൽ ഏകദേശം 60% വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. ഇറാഖ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇന്ത്യയിലെത്താൻ ഹോർമുസ് കടലിടുക്ക് താണ്ടിയേ മതിയാവും. ഇനി പ്രവാസി സമൂഹത്തെ നോക്കുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഏകദേശം 80 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്ത് എന്തെങ്കിലും യുദ്ധമോ അസ്ഥിരതയോ ഉണ്ടായാൽ ലോകം കണ്ട ഏറ്റവും വലിയ ഒഴിപ്പിക്കൽ ദൗത്യത്തിന് ഇന്ത്യ തയ്യാറെടുക്കേണ്ടി വരും. മൂന്നാമതായി സാമ്പത്തികം എടുക്കുകയാണെങ്കിൽ പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു നെടുന്തൂണാണ്. കൂടാതെ മിഡിൽ ഈസ്റ്റുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം കോടിക്കണക്കിന് ഡോളറിൻ്റെതാണ്. അപ്പോൾ ഗൾഫിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി 60% ആണെങ്കിൽ അതിനുള്ള ആഘാതം എന്ന് പറയുന്നത് പെട്രോൾ ഡീസൽ വില കുതിച്ചുയരും. ഇനി ഗൾഫിലെ പ്രവാസി ഇന്ത്യക്കാർ 80 ലക്ഷമാണ്. നമുക്ക് അവിടുത്തെ ആഘാതം എന്തായിരിക്കും? തൊഴിലില്ലായ്മ ഉണ്ടാവും, സുരക്ഷാ ഭീഷണി ഉണ്ടാവും. ഇനി പ്രതിവർഷ വിദേശ നാണ്യവരവ് $50 ആണെങ്കിൽ അത് ആഘാതം എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയും. ഇതുകൊണ്ട് തന്നെയാണ് ഹോർമുസിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നാവികസേന ഓപ്പറേഷൻ സങ്കല്പ് പോലുള്ള മിഷനുകൾ വഴി തങ്ങളുടെ യുദ്ധക്കപ്പലുകളെ ഈ മേഖലകളിൽ വിന്യസിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച 2026 ആ പ്രതിസന്ധിയിലേക്ക് നമുക്കൊന്ന് തിരികെ വരാം. എന്തുകൊണ്ടാണ് അങ്ങനൊരു സാഹചര്യം വളരെ പെട്ടെന്ന് ഉടലെടുത്തത്? 2026 തുടക്കത്തിൽ ഇറാനെതിരെ US-ഉം ഇസ്രായേലും ഒന്നിച്ച് പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നു. സമാധാന ചർച്ചകൾ പരാജയപ്പെടുന്നതോടെ അത് പ്രാദേശികമായ സൈനിക സംഘർഷത്തിലേക്ക് വഴിമാറുന്നുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മറികടക്കാനും ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനും ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇത് വെറുമൊരു ഭീഷണിയായി ലോകം തള്ളിക്കളഞ്ഞു. എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു. യാതൊരു പ്രകോപനവും ഇല്ലാതെ കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 2 ഭീമൻ എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആളില്ലാ സ്പീഡ് ബോട്ടുകൾ വാണിജ്യ കപ്പലുകളെ വളയുന്നു. ഈ ആക്രമണങ്ങളോടെ ആഗോള ഇൻഷുറൻസ് കമ്പനികൾ ഗൾഫിലേക്ക് പോകുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് പ്രീമിയം 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഇതോടെ കപ്പൽ കമ്പനികൾ തങ്ങളുടെ സർവീസുകൾ നിർത്തിവെച്ചു. സമുദ്രത്തിൽ എണ്ണ ചോർച്ച ഉണ്ടായതോടെ പരിസ്ഥിതി നാശവും സംഭവിച്ചു. കടലിടുക്ക് പൂർണ്ണമായും സ്തംഭിച്ചു. ആധുനിക യുദ്ധങ്ങളിൽ വിജയിക്കാൻ വലിയ സൈന്യങ്ങൾ ആവശ്യമില്ല. ശത്രുവിന്റെ ജീവനാടി മുറിക്കാൻ കഴിയുന്ന ചെറിയ തന്ത്രങ്ങൾ മതിയാകും. 2026 ഈ പ്രതിസന്ധി ലോകത്തിന് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. നൂതന സാങ്കേതിക വിദ്യകളുടെ കടന്നുകയറ്റത്തോടെ ഒരു ചെറിയ സൈനിക ഗ്രൂപ്പിന് പോലും ലോക സമ്പദ് വ്യവസ്ഥയെ ബന്ദിയാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. സപ്ലൈ ചെയിൻ എന്ന സിസ്റ്റം എത്രത്തോളം ദുർബലമാണെന്ന് ഈ സംഭവം തെളിയിച്ചു കഴിഞ്ഞു. ഭൂമിശാസ്ത്രപരമായ ഒരു ആകർഷണം എന്നതിനപ്പുറം ഹോർമുസ് കടലിടുക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവശ്വാസമാണ്. അമേരിക്ക മുതൽ ചൈന വരെയും ഇന്ത്യ മുതൽ യൂറോപ്പ് വരെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരത ഈ 39 കിലോമീറ്റർ കടൽപാതയുടെ സമാധാനത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. എണ്ണയ്ക്ക് പകരമുള്ള ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് ലോകം പൂർണ്ണമായും മാറുന്നത് വരെ ഹോർമുസ് കടലിടുക്കിന്റെ പ്രാധാന്യം ഒട്ടും തന്നെ കുറയില്ല. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ, സമാധാന ചർച്ചകൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ എന്നിവയ്ക്ക് മാത്രമേ ഈ സമുദ്രപാതയെ സംഘർഷങ്ങളിൽ നിന്ന് മുക്തമാക്കി നിർത്താനായിട്ട് കഴിയുള്ളൂ. കാരണം ഹോർമുസിലെ ചെറിയൊരു തിരമാല പോലും ലോകത്തിന്റെ മറുതലക്കില് വലിയൊരു സാമ്പത്തിക സുനാമിയായി മാറാൻ കെൽപ്പുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രതിസന്ധി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ വീഡിയോ ഉപകരിച്ചെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായി ഇനി കാണുന്നതുവരെ സൈനിങ് ഓഫ്, ലേൺ വിത്ത് ജോ.